കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തത്തിന് പിന്നിൽ ദുരൂഹത. തീപിടുത്തത്തിന്റെ കാരണമെന്തെന്ന് RDOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് എസ്റ്റേറ്റിലെ 75ഓളം ഏക്കറിലേക്ക് തീ പടർന്നു പിടിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാമിന്റെ കുളത്തൂപ്പുഴ കണ്ടൻചിറയിലെ എണ്ണപ്പനത്തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആരെങ്കിലും ബോധപൂർവം തീയിട്ടതാണോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പുനലൂർ RDOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. 75 ഏക്കറിലധികം ഭൂമിയിലാണ് തീ പടർന്നു പിടിച്ചത്. പ്രദേശത്ത് 10,000-കണക്കിന് എണ്ണപ്പനകൾ ഉണ്ട്. ഇതിൽ കുറേയധികം പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ്. ഇന്നലെ ഉച്ചയോടെ തീ പടർന്നതിന് പിന്നാലെ 3 തൊഴിലാളികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. നാട്ടുകാരും ഫയർഫോഴ്സും വനംവകുപ്പും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകളോളം ദൗത്യം തുടരേണ്ടി വന്നു. 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സ്ഥലത്തേക്ക് എത്തിയത്. കാറ്റ് ദിശ മാറുന്നതിനനുസരിച്ച് തീ പടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അർദ്ധരാത്രിയോടെയാണ് നിയന്ത്രണ വിധേയമായത്. ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ തീ കാണുന്നത്. തീ കാണുന്നത് വെച്ചാൽ ഭയങ്കര പുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയായിട്ട് വന്നപ്പോഴത്തേക്ക് ആ ആനോട്ടഞ്ചിറ സൈഡിൽ നിന്ന് തീ പടർന്ന് കണ്ടു. പക്ഷേ നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല. അതാണ്ട് 60 കിലോമീറ്റർ സ്പീഡിനാണ് ഈ കാറ്റടിക്കുന്നത്. നമ്മളിപ്പോൾ അപ്പുറത്ത് കാണുന്ന തീ അരമണിക്കൂറിനുള്ളിൽ ഒരു 10-15 ഏക്കറിലോളമാണ് പടരുന്നത്. ഒരു നിവൃത്തിയില്ലാതെ തീ വന്നിരിക്കുകയാണ്. ഏതാണ്ട് രാത്രി 12 മണി കഴിഞ്ഞാണ് ഇവിടുന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പോകുന്നത്. അതുവരെ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഇതാണ്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസും വനംവകുപ്പും സംയുക്തമായി അന്വേഷണം നടത്തും. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ അധികൃതരും സ്ഥലത്തേക്കെത്തും. തീ നിയന്ത്രണ വിധേയമാണെങ്കിലും ഇന്നും പലയിടത്തായി പുക ഉയരുന്നുണ്ട്. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ചേർന്ന് പൂർണ്ണമായും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജനം, കൊല്ലം.